ലാസ്റ്റ് ടൈം നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോകുന്നൊരു വിഷ്വലായിരുന്നു ഇത് ക്ലയൻറ്റിൻ്റെ ഓഫീസ് ഏരിയയിലാണെന്നൊക്കെ. സോ ബേസിക്കലി നമ്മൾ ആ ദിവസം ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോയി. ആൻഡ് നമ്മൾ അതിന് മുന്നേ 3-4 മീറ്റിങ്സ് നമ്മൾ ഓൺലൈനിൽ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഡയറക്റ്റ്ലി ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ പോയപ്പോഴത്തേക്കും ലൈക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും ക്ലയൻറ്റ് മീറ്റിങ്ങിന് ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റിയിട്ടും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ്, അവരുടെ പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യുന്നു, അവരെന്തൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾസോ നമ്മുടെ ക്ലയൻറ്റ് ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൽ അവർ ഒരു മാർക്കറ്റ് സ്റ്റഡീനെ പറ്റി അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളിപ്പോൾ ഇന്ത്യൻ ആയതുകൊണ്ടും നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു മാർക്കറ്റിംഗ് വേ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടെക്നീക്സ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ബൈയിങ് പൊട്ടൻഷ്യലും അതൊന്നുമല്ല മലേഷ്യയിലെത്തത്. അവരുടെ സ്പെൻഡിങ് ബിഹേവിയർ അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അതുമാത്രമല്ല അവർ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സ് നമ്മൾ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സിനല്ല മലേഷ്യയിലത്തെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ പറ്റി നമ്മൾ ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം അവർ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യത്തിലായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മോളിലാണ്. ഇപ്പോൾ ഈ മോളിൽ തന്നെ ഇഷ്ടംപോലെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഉള്ളൊരു മോളാണ്. അപ്പോൾ ഈ ഒരു ലക്ഷറി ബ്രാൻഡ്സിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ക്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ അത്ര ലക്ഷറി ഭയങ്കര ബ്രാൻഡ്സ് ലുലുവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി വേറെ ഏതെങ്കിലും ഒരു മെട്രോ സിറ്റീസ്, ബാംഗ്ലൂരോ മുംബൈയോ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഞാൻ ഈ ക്യൂ ആയിട്ട് ഉദ്ദേശിച്ചത്. ഇത് ചെറിയൊരു ക്യൂ ആണ്. വേറെ ഇഷ്ടംപോലെ പോപ്പുലർ പോഷ് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഫ്രണ്ടിൽ വലിയ വലിയ ക്യൂ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ, ആൾക്കാർ വന്ന് ഇവിടെ ക്യൂ നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. സോ ഞാൻ വന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ ലിവ് ചെയ്തിരുന്ന താമസിച്ചിരുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ട്രിവാൻഡ്രത്ത് അത്രത്തോളം ഒരു ലക്ഷറി കൾച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എനിക്ക് പ്രോപ്പർ ആൻസർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു പരിധി വരെയൊക്കെ എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതും ഞാൻ നേരത്തെ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസും ഞാൻ നേരത്തെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ലക്ഷറി ബ്രാൻഡ്സിൻ്റെയൊക്കെ ബേസിസിൽ ഞാനൊരു ആൻസർ കൊടുത്തെങ്കിലും അത് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് അവർക്ക് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആൻസർ വേണമെന്ന് പറഞ്ഞതിൻ്റെ ബേസിസിൽ നമ്മളൊന്ന് ഈ മോളിൽ വന്നതാണ്. ലൈക്ക് ബാക്കിയുള്ള കോമ്പറ്റീറ്റർ ബ്രാൻഡ്സൊക്കെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ ഒരു ബൈയിങ് പോയിൻറ്റ്സും സെയിൽ പോയിൻറ്റ്സൊക്കെ എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ വന്ന് നല്ലപോലെ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഓൾസോ നിങ്ങളും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ക്ലയൻറ്റിനെ പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വരുന്ന ഒരു കൾച്ചർ ആൻഡ് നമ്മൾ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു സ്പെൻഡിങ് ബിഹേവിയർ, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ സ്പെൻഡിങ് ബിഹേവിയർ, ഇതെല്ലാം ഒരു വലിയൊരു ഫാക്ടറാണ് മാർക്കറ്റിങ്ങിൽ. സോ ഡെഫിനറ്റ്ലി എനിക്ക് അതിനെപ്പറ്റി ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നെങ്കിലും ക്ലയൻറ്റ് ചോദിച്ച കുറച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഞാനത് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടും ഞാനത് കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടും എനിക്കതിന് പ്രോപ്പർ ആൻസർ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവലിൽ ചില സമയങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ട്. സോ ബേസിക്കലി നമ്മളിവിടെ ഒന്ന് റിസർച്ച് ചെയ്തു, അതിൻ്റെ ബേസിസ് നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. നമ്മൾ നെക്സ്റ്റ് ഡേ അതിൻ്റെ ബേസിസിലായിരുന്നു ഒന്നും കൂടെ മീറ്റിങ്ങിന്. നെക്സ്റ്റ് ഡേ അല്ല, എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 2-3 days. ഇതിപ്പോൾ നടന്നിട്ടൊരു 6 to 8 months കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലാതെ. അപ്പോൾ നെക്സ്റ്റ് ഒരു 2-3 days കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീറ്റിങ്ങിന് പോയി. ക്ലയൻറ്റ് വാസ് സാറ്റിസ്ഫൈഡ് ആൻഡ് ക്ലയൻറ്റ് ഓൺ ബോർഡായി. സോ ക്ലയൻറ്റ് നമ്മുടെ അടുത്തൊരു പോസിറ്റീവ് നോട്ടായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ ആ ഒരു കൾച്ചറും അതിൻ്റെ എക്കോസിസ്റ്റം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളൊരു പോസിറ്റീവ് നോട്ടായിട്ടാണ് പറഞ്ഞത്.